നമസ്കാരം. പ്രധാന വാർത്തകൾ. സിനിമാ കോൺക്ലേവിന് ഇന്ന് സമാപനം. ഫെഫ്ക നിലപാടിൽ WCCക്ക് അതൃപ്തി. തലസ്ഥാനത്ത് നടക്കുന്ന സിനിമാ കോൺക്ലേവ് ഇന്ന് സമാപിക്കും. കരട് സിനിമാ നയത്തിന്മേൽ ചർച്ചകൾ പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് അംഗീകരിക്കും. ഇന്നലെ നടന്ന ചർച്ചകളിൽ സിനിമാ നയകരട് രേഖയ്ക്ക് മികച്ച പിന്തുണ കിട്ടിയിരുന്നു. എന്നാൽ തൊഴിലാളിയിടങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നേരത്തെ തന്നെ പരിഹരിച്ചിട്ടുണ്ടോ എന്ന ഫെഫ്ക നിലപാടിൽ WCCക്ക് അതൃപ്തിയുണ്ട്. കരട് രേഖയിലെ ഒട്ടുമിക്ക നിർദ്ദേശങ്ങളും ഇതിനകം നടപ്പാക്കിയതാണ് എന്നാണ് ഫെഫ്ക പ്രതിനിധികൾ നിലപാടെടുത്തത്. എന്നാൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ചർച്ചയിൽ ഈ നിലപാട് ശരിയല്ല എന്നാണ് WCCയുടെ പക്ഷം. സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുന്നു. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മധ്യ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലവിലുണ്ട്. മലപ്പുറം, പാലക്കാട്, തൃശൂർ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തീരങ്ങളിൽ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. ഇന്നും നാളെയും LDF പ്രതിഷേധം. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഇന്നും നാളെയും LDFന്റെ പ്രതിഷേധം. ഛത്തീസ്ഗഡിലെ BJP സർക്കാർ സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നു എന്ന് ആരോപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് പ്രതിഷേധം നടക്കുക. ഇന്നും നാളെയുമായി 140 നിയമസഭാ മണ്ഡലങ്ങളിലും നടക്കുന്ന പ്രതിഷേധത്തിന് പ്രധാന നേതാക്കൾ നേതൃത്വം നൽകും. പത്തനംതിട്ടയിൽ ഭർത്താവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഭാര്യയ്ക്ക് ദാരുണാന്ത്യം. കുത്തേറ്റ് 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ രാത്രിയോടെയാണ് ആക്രമണം നടന്നത്. പത്തനംതിട്ട പുല്ലാട് ആലംതറയിലാണ് സംഭവം. അഞ്ചാനിക്കൽ വീട്ടിൽ ശ്യാമ എന്ന ഷാരിമോളാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രതിയായ അജിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആക്രമണത്തിന് ശേഷം അജി സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ശ്യാമയുടെ പിതാവ് ശശി, ശശിയുടെ സഹോദരി രാധാമണി എന്നിവർക്കും കുത്തേറ്റു. ഇവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കുടുംബകലഹത്തെ തുടർന്ന് അജി ഭാര്യയെയും ഭാര്യാപിതാവിനെയും ഭാര്യാപിതാവിന്റെ സഹോദരിയെയും കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. വേടനെതിരായ ബലാത്സംഗ കേസിൽ അന്വേഷണം ഊർജിതം. യുവതിയുടെ മൊഴിയിലുള്ള വേടന്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യും. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി വന്ന ശേഷമേ വേടനെ ചോദ്യം ചെയ്യുകയുള്ളൂ. 5 തവണ തന്നെ പീഡിപ്പിച്ചുവെന്നും കോഴിക്കോടും കൊച്ചിയിലും ഏലൂരിലും വെച്ചാണ് ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷം തന്നെ പീഡിപ്പിച്ചതെന്നുമാണ് പരാതിക്കാരിയായ യുവതിയുടെ മൊഴി. ഇക്കാര്യങ്ങളൊക്കെ അറിയുന്ന സുഹൃത്തുക്കളുടെ പേരും യുവതി മൊഴിയിൽ പരാമർശിച്ചിരുന്നു. ഫാൻ എന്ന നിലയിലാണ് റാപ്പർ വേടനുമായി അടുത്തതെന്നും പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നുവെന്നും വിവാഹ വാഗ്ദാനം നടത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും മൊഴിയിലുണ്ട്.